ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSലെ രണ്ടാമത്തെ ചാപ്റ്ററായ ടു ദി വേൾഡ് ഓഫ് ആനിമൽസ് എന്നതാണ്. നമ്മുടെ 1ാമത്തെ ചാപ്റ്ററായ ഗ്രീൻ എർത്തിൽ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി 2ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആനിമൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഉണ്ട്, അവ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തത കാണിക്കുന്നത് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ആനിമൽസ് ഉണ്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ? പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന ആനിമൽസ് ഉണ്ട്, അതേപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്, അതേപോലെ കാട്ടിലുള്ള വൈൽഡ് ആനിമൽസ് ഉണ്ട്. ഇതുപോലെയുള്ള നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസിനെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയുന്നത്. ഇതുപോലെ കാട്ടിലുള്ളവയാണ് വൈൽഡ് ആനിമൽസ്. ഇതൊരു ഷോർട്ട് നോട്ടാണ്. ആദ്യം നമുക്ക് ചാപ്റ്ററിലുള്ള ആക്ടിവിറ്റീസും ചാപ്റ്ററും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് തരുന്നതാണ്. അതിനായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? ടു ദി വേൾഡ് ഓഫ് ആനിമൽസ്. അല്ലേ, നമുക്ക് ആനിമൽസിൻ്റെ ലോകത്തേക്കൊന്ന് പോയാലോ? ഈ പിക്ചറിൽ എന്തൊക്കെയാണ്? കുറേ ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ട് അല്ലേ? വാവ്, ആൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ. വെരി ഗുഡ്. നിങ്ങളെല്ലാവരും ഇന്ന് നേരത്തെ വന്നോ? സീയിങ് ഹെർ ഫ്രണ്ട്സ്, മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. അവളുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ മിത്ര വീടിൻ്റെ പുറത്തേക്ക് വരികയാണ്. ഇതാണ് കേട്ടോ മിത്ര. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദി സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. നിങ്ങൾ മിത്രൻ്റെ വീടിൻ്റെ സറൗണ്ടിങ്സ്, ചുറ്റുഭാഗം കണ്ടോ? വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ദർ ഇൻ ദി പിക്ചർ? ഏതൊക്കെ ക്രിയേച്ചേഴ്സാണ് ഈ പിക്ചറിലുള്ളത്? ഏതൊക്കെ ഉണ്ട്? ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ഗോട്ട് ഉണ്ട്, ഹെൻ ഉണ്ട്, റോസ്റ്റർ ഉണ്ട്, ചിക്സ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, ക്രൗ, സ്ക്വയറൽ, അണ്ണാനുണ്ട്, പാരറ്റ് ഉണ്ട്, വുഡ് പെക്കർ മരംകൊത്തി ഉണ്ട്, ദെൻ കിങ് ഫിഷർ, എന്താണ് ഒരു പൊന്മാനുണ്ടല്ലേ. ഇങ്ങനെ വേറെ ഏതൊക്കെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? അതിൻ്റെ നെയിംസും ഇവിടെ എഴുതുക. ദെൻ എമോങ് ദീസ് വിച്ച് ക്രിയേച്ചേഴ്സ് ഡു മിത്ര റൈസ്? ഇവയിൽ ഏതൊക്കെയാണ് മിത്ര വളർത്തുന്ന മൃഗങ്ങൾ? ഡൊമസ്റ്റിക് ആനിമൽസ് ഏതൊക്കെയാണ്? മിത്ര വളർത്തുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? ക്യാറ്റ്, ഡോഗ്, ഹെന്ന്, ചിക്സ്, റോസ്റ്റർ, ഗോട്ട് അല്ലേ? ഇതൊക്കെയല്ലേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ. ദെൻ വിച്ച് ക്രിയേച്ചേഴ്സ് ഡു ഹ്യൂമൻ റൈസ് ആസ് പെറ്റ്സ്? നമ്മൾ മനുഷ്യന്മാരെന്താണ് പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? അല്ലെ, പെറ്റായിട്ട് നമ്മൾ ക്യാറ്റ്, പൂച്ച, ഡോഗ്, കൗ, ഹെൻ, റോസ്റ്റർ, ഗോട്ട്, ഫിഷസ്, റാബിറ്റ്, ഇവയൊക്കെയല്ലേ നമ്മളൊരു പെറ്റ്സ് ആയിട്ട് നമ്മൾ വളർത്തുമൃഗങ്ങളായിട്ട് വളർത്താറ് അല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏതൊക്കെ വളർത്തുമൃഗങ്ങളാണുള്ളത് അല്ലേ? എല്ലാവരുടെ വീട്ടിലും ക്യാറ്റ്, ഡോഗൊക്കെ ആയിട്ട് പെറ്റ്സ് ആയിട്ട് നമ്മൾ വളർത്താറുണ്ടല്ലേ? വൈ ഡു വി റൈസ് ആനിമൽസ്? നമ്മൾ എന്തിനാണ് ആനിമൽസിനെ വളർത്തുന്നത്? ഫോർ ഫുഡിന് വേണ്ടിയിട്ടല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഫോർ സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഫോർ വർക്ക് ആൻഡ് ട്രാവൽ പർപ്പസ്, എന്താണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കലുണ്ട്. ഫോർ ക്ലോത്തിങ്, വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്, എന്താണ് കൃഷിയിടങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. Then how do the given domestic animals benefit us? ഡൊമസ്റ്റിക് ആനിമൽസ്, വളർത്തുമൃഗങ്ങൾ നമുക്ക് എന്തൊക്കെ ഉപകാരമാണ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതുക. ആനിമൽസിൻ്റെ നെയിം, അതിൻ്റെ ബെനിഫിറ്റ്സ് എഴുതുക. ഗോട്ട് ഫോർ മിൽക്ക് ആൻഡ് ഫുഡ്, ഹെന്ന് ഫോർ എഗ്സ് ആൻഡ് ഫുഡ്, ഹോഴ്സ് ഫോർ ട്രാവൽ പർപ്പസ്, യാത്രകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡോഗ് ഫോർ സെക്യൂരിറ്റി ആൻഡ് പ്ലഷർ, എന്താണ് നമുക്ക് കാവലിന് വേണ്ടിയിട്ടും സന്തോഷത്തിന് വേണ്ടിയിട്ടും. ഫിഷ് എന്തിനാണ്? ഫോർ മീറ്റ് ആൻഡ് പ്ലഷർ, അതിൻ്റെ മാംസത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട്. വി റൈസ് ആനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്, എന്താണ് കുറേ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആനിമൽസിനെ വളർത്തുന്നത്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ്സ് ഓഫ് സം ആനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്, അതിൻ്റെ പാലും മുട്ടയും മാംസം എന്താണ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു. വി കീപ് സം അതർ ആനിമൽസ് ഫോർ പ്ലഷർ, ബാക്കിയുള്ള ആനിമൽസിന് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത് അല്ലേ, നമ്മുടെ പെറ്റ്സ് ആയിട്ട് വളർത്തുന്നു. നെക്സ്റ്റ്, മെനി ക്രിയേച്ചേഴ്സ്. ഹൗ മെനി ക്രിയേച്ചേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദി പിക്ചേഴ്സ്? റൈറ്റ് ഡൗൺ ദർ നെയിം. ഈ പിക്ചറിൽ കാണുന്നതിൻ്റെ ക്രിയേച്ചേഴ്സിൻ്റെ നെയിം എഴുതുക. ലിസാർഡ് എന്താണ്? പല്ലി. ദെൻ സ്നെയിൽ, ഒച്ച്. ആൻഡ് എന്ന് പറഞ്ഞ ഉറുമ്പ്. ദെൻ കോക്കൽ, ചെമ്പോത്ത്. ദെൻ സെൻറ്റിപ്പൈഡ്, പൈതാര. ബാറ്റ്, വവ്വാല്. മംഗൂസ്, കീരി. മില്ലിപ്പേഡ്, തേരട്ട, ചേരാട്ട എന്നൊക്കെ പറയും. ദേ ലിവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഈ പറഞ്ഞ ക്രിയേച്ചേഴ്സ് ഇല്ല, അവ നമ്മുടെ വീടിനും വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്.
ആർ ദർ എനി ഡൊമസ്റ്റിക് ആനിമൽസ് എമോങ് ദീസ്? ഇവയിൽ എന്താണ് ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടോ? വളർത്തു മൃഗങ്ങളുണ്ടോ? ഇല്ല, ഇത് വളർത്തുന്ന മൃഗങ്ങളല്ലല്ലോ. ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദർ നെയിംസ് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ വീടിൻ്റെ അകത്തുള്ള ക്രിയേച്ചേഴ്സിൻ്റെയും പുറത്തുള്ള ക്രിയേച്ചേഴ്സിൻ്റെയും നെയിംസ് എഴുതാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഇൻസൈഡ് ദി ഹോം, വീട്ടിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഇങ്ങനത്തെ ക്രിയേച്ചേഴ്സ് ഉള്ളത്? ആൻസ് ഉണ്ട്, ഉറുമ്പുണ്ട്, കോക്രോച്ചസ്, മോസ്കിറ്റോസ് കൊതുക്, സ്പൈഡേഴ്സ്, റാറ്റ്, ഡോഗ്, കാറ്റ്, ബേർഡ്സ്, ഫിഷ്. ഇതൊക്കെ നമ്മുടെ വീടിനകത്തുള്ളതാണല്ലേ. ഇനി പുറത്തുള്ളത് ഔട്ട്സൈഡ് ദി ഹോം, വീടിൻ്റെ പുറത്തുള്ള ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണ്? ബട്ടർഫ്ലൈസ്, ബീസ്, ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി, പീജിയൻസ് പ്രാവ്, ക്രോസ്, സ്ക്വയറൽസ് അണ്ണാൻ, റാബിറ്റ് മുയൽ, ലിസാർഡ് പല്ലി, സ്നേക്സ് പാമ്പ്, ഫ്രോഗ് തവള, എർത്ത് വേംസ് മണ്ണിര. ടൈനി വൺസ് ആൻഡ് ജെയിൻസ് ചെറുതും വലുതും. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം, മിത്രയും അവളുടെ ഫ്രണ്ട്സ് എന്താണ് ഗെയിം കളിക്കാണ്. ദേ സേ ദി നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ്, എന്താണ് ക്രിയേച്ചേഴ്സിൻ്റെ നെയിം പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. ഹൂ വിൽ ഫൈൻഡ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ക്രിയേച്ചേഴ്സ്, ഇറ്റ് ബിക്കം എ കണ്ടസ്റ്റ്. ആരാണ് ക്രിയേച്ചേഴ്സിൻ്റെ കൂടുതൽ പേര് പറയുന്നത് നോക്കിയിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഗ്രാസ് ഹോപ്പർ, ഫയർഫ്ലൈ, ചാംലോൺ, ബീറ്റിൽ, കൗ. ദേ ഡിഡ് നോട്ട് ഫോർഗറ്റ് ടു ഡ്രോ ദി പിക്ചർ ഓഫ് ദി ക്രിയേച്ചേഴ്സ്, എന്താണ് ആ ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചറും വരച്ചു. ഡിഡ് യു സീ ദി പിക്ചേഴ്സ് ഓഫ് ദി ക്രിയേച്ചേഴ്സ് ദാറ്റ് മിത്ര ഡ്രോ, മിത്ര വരച്ച ക്രിയേച്ചേഴ്സിൻ്റെ പിക്ചർ നിങ്ങൾ മുകളിൽ കണ്ടില്ലേ? ഷാൾ വി പ്ലേ ദി സെയിം ഗെയിം, ഇതുപോലെ നിങ്ങൾക്കും ഇതേപോലത്തെ ഗെയിം കളിച്ചൂടെ? പ്രസൻറ്റ് ദി സൗണ്ട് ഓർ മൂവ്മെൻറ്റ് ഓഫ് എ ഫ്യൂ ക്രിയേച്ചേഴ്സ് വിത്തൗട്ട് നെയിമിങ് ദം, എന്താണ് അതിൻ്റെ പേര് പറയാതെ അതിൻ്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കൂട്ടുകാരുമൊത്ത് കളിക്കുക. സൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളെ കൂട്ടുകാർ ഏതാണ് ആ ക്രിയേച്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക. ക്രിയേറ്റ് എ ടേബിൾ വിത്ത് ദി നെയിം ഓഫ് ദി ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ച ക്രിയേച്ചേഴ്സിൻ്റെ നെയിംസ് ഒരു ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഡ്രോ ആൻഡ് കളർ ദം, എന്നിട്ട് എന്താണ് ചിത്രം വരയ്ക്കുക, അതിന് കളർ ചെയ്യുക. വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് ആനിമൽ ഇൻ യുവർ ലിസ്റ്റ്, നിങ്ങൾ ഉണ്ടാക്കിയ ലിസ്റ്റില്ല അതിൽ ഏറ്റവും ചെറിയ ആനിമൽ ഏതാണ്? ദി ലാർജസ്റ്റ്, ഏറ്റവും വലുത് ഏതാണെന്ന് നിങ്ങൾ എഴുതുക. അറേഞ്ച് ആൻഡ് റൈറ്റ് ദി നെയിം ഓഫ് ആനിമൽസ് ഇൻ യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദർ സൈസ്, ഇതാണ് സൈസിനനുസരിച്ച് ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്ത ആനിമൽസിൻ്റെ നെയിം എഴുതുക. ഹാവ് യു നോട്ടീസ്ഡ് ദി ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്, നിങ്ങളെന്താണ് ഏറ്റവും ചെറിയ ക്രിയേച്ചേഴ്സ് നിങ്ങളുടെ ചുറ്റുമുള്ളതിനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഹാവ് നോട്ട് യു സീ മെനി ടൈനി ക്രിയേച്ചേഴ്സ് ഇൻ യുവർ സ്കൂൾ സറൗണ്ടിങ്സ്, സ്കൂളിൻ്റെ ചുറ്റും ചെറിയ ക്രിയേച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ? വിച്ച് ആർ ദേ, അവ ഏതൊക്കെയാണ്? ആർ ദേ ആൾ ഓഫ് ദ സെയിം സൈസ്, അവയെല്ലാം ഒരേ വലുപ്പമാണോ? ലെറ്റസ് ഒബ്സർവ് ദം ടുഗദർ, നമുക്ക് ഒരുമിച്ച് ഒബ്സർവ് ചെയ്യാം. പ്ലീസ് യൂസ് ദി ഹാൻഡ് ലെൻസ് ഫോർ യുവർ ഒബ്സർവേഷൻ, ഹാൻഡ് ലെൻസ് ഇല്ലേ കയ്യിൽ പിടിക്കുന്ന ലെൻസ് ഉപയോഗിച്ചിട്ട് ഒബ്സർവ് ചെയ്യുക. വേർ ഷാൾ വി ഒബ്സർവ്, എവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ ടൈനി ക്രിയേച്ചേഴ്സിനെ കാണുക? ഇൻ ദി സോയിൽ, സോയിൽ മണ്ണിൽ. ഇൻ ദി പ്ലാന്റ്സ്, പ്ലാന്റ്സിലെ കാണുന്നുണ്ട്. ഇൻ ദി ഫീൽഡ്സ്, പാടങ്ങളിൽ കാണുന്നുണ്ട്. ഇൻ ദി പോൺസ്, കുളങ്ങളിൽ. ഇൻ ഗാർഡൻസ്, നമ്മുടെ ഗാർഡനിൽ കാണാറുണ്ട്. ഫോറസ്റ്റ്, കാട്ടിലെ നിലത്തൊക്കെ ചെറിയ ഇങ്ങനത്തെ നമ്മൾ കാണാത്ത ചെറിയ ടൈനി ക്രിയേച്ചേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. റൈറ്റ് ഡൗൺ ദി നെയിം ഓഫ് ദി ടൈനി ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ഫൗണ്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി, എന്നാണ് നിങ്ങൾ കണ്ട വളരെ ചെറിയ ക്രിയേച്ചേഴ്സിലെ ടൈനി ക്രിയേച്ചേഴ്സിൻ്റെ നെയിംസ് എഴുതാൻ. അതൊക്കെയാണ് ആൻസിലെ ചെറിയ ഉറുമ്പ്, ആഫിഡ്സ്, ആഫിഡ്സ് എന്താണ് ടൈനി പ്ലാന്റ് ബഗ്സ് ആണ്, ചെറിയ പ്ലാന്റ്സിലുള്ള ചെറിയ ക്രിയേച്ചറാണ്, ചെറിയ പ്രാണികളാണ്. 3 ബീസ്, തേനീച്ച, ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, ലേഡി ബഗ്സ് ചെറിയ പ്രാണിയാണ്. ഫയർഫ്ലൈസ്, മിന്നാമിനുങ്ങ്, ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി, ക്രിക്കറ്റ് ചെറിയൊരു പ്രാണിയാണ്. എർത്ത് വേംസ് മണ്ണിര, സ്നെയിൽസ്, ടൈനി സ്പൈഡേഴ്സ് ചെറിയ സ്പൈഡർ, ഫ്രോഗ്സ് ചെറിയ തവളകൾ. ഇതൊക്കെ എന്താണ് ചെറിയ ടൈനി ക്രിയേച്ചേഴ്സിൻ്റെ നെയിംസാണ്. ഞാനിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് സൈഡിൽ എഴുതിയതാണ്. ഫിംഗർ ഡ്രോയിങ്സ്,
ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. സൈഡിലുള്ള പിക്ചർ കണ്ടില്ലേ? ദേ ആർ ഡ്രോൺ ബൈ ഡിപ്പിംഗ് ഫിംഗേഴ്സ് ഇൻ ഇങ്ക് ആൻഡ് ഇംപ്രിൻറ്റിങ് ദി സെയിം ഓൺ പേപ്പർ. എങ്ങനെയാണ് ഇത് വരച്ചത്? മഷിയിൽ ഫിംഗർ മുക്കിയിട്ട് വിരൽ മഷിയാക്കിയിട്ട് പേപ്പറിൽ പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് അതിന് ഹെഡും ടൈലൊക്കെ വരച്ച് കൊടുത്തിട്ട് വരച്ചതാണ്. ഡ്രോ മോർ പിക്ചേഴ്സ് ലൈക്ക് ദീസ്. നിങ്ങൾക്കും ഇതുപോലെ കുറേ പിക്ചേഴ്സ് വരച്ചൂടെ? വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. എന്താണ് ഫീച്ചേഴ്സിലുള്ള വെറൈറ്റി? ഐഡൻറ്റിഫൈ ദി ആനിമൽസ് ബൈ ഒബ്സർവിങ് ദി ബോഡി പാർട്സ് ഇൻ ദി പിക്ചർ. താഴെ എന്താണ് ആനിമൽസിൻ്റെ ബോഡി പാർട്സ് തന്നിട്ടുണ്ട്. ആ പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് ആനിമൽ എന്ന് താഴെ എഴുതണം. ഫസ്റ്റ് എന്താണ്? എലിഫൻറ്റിൻ്റെ ലെഗാണ്, ദെൻ പീകോക്ക്, ദെൻ സീബ്ര, ദെൻ ഹെൻ. നിങ്ങൾക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലേ? ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? ഈ ആനിമൽസ് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? എന്തിലാണ് വ്യത്യസ്തത കാണിക്കുന്നത്? അതിൻ്റെ കളേഴ്സിൽ, നിറത്തിൽ വ്യത്യാസമുണ്ട്. സ്പോട്സ്, അതിലുള്ള കുത്തുകളിൽ വ്യത്യാസമുണ്ട്. പുള്ളികളിൽ. ദെൻ ഷേപ്പ്, സൈസ്, അവരുടെ ഷേപ്പും സൈസും വലിപ്പത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ആർ ദർ ക്രിയേച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഒബ്സർവിങ് ദർ കളർ? കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫൻറ്റ്, സീബ്ര, പാരറ്റ്, ക്രോ. ഇവയ്ക്ക് എന്താണ്? കളർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വിച്ച് ആർ ദി ക്രിയേച്ചേഴ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ബൈ ലുക്കിംഗ് അറ്റ് ദർ ഹോൺസ്? അതിൻ്റെ കൊമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ആനിമൽസ് ഏതൊക്കെയാണ്? എലിഫൻറ്റ്, കൗ, ഗോട്ട്. ആനൻ്റെ കൊമ്പ് കണ്ടാൽ നമുക്ക് ആനയാണെന്ന് അറിയില്ലേ? അതേപോലെ തന്നെ കൗവും ഗോട്ടും അതിൻ്റെയൊക്കെ കൊമ്പുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ഹൗ അബൌട്ട് സ്പോട്സ്? കുത്തുകൾ കണ്ടാൽ എങ്ങനെ ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക? സീബ്ര, പീകോക്ക്, ഹെന്ന്. അതിൻ്റെയൊക്കെ സീബ്രൻ്റെ ഒക്കെ ലൈൻസ് കണ്ടാൽ, അതിൻ്റെ കുത്തും പുള്ളിയൊക്കെ കണ്ടാൽ നമുക്ക് ഏത് ആനിമലാന്ന് കണ്ടുപിടിച്ചൂടെ? എവറി ക്രിയേച്ചർ ഈസ് ഡിഫറെൻ്റ് ഇൻ ഷേപ്പ്, സൈസ്, കളേഴ്സ്, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. എന്താണ്? എല്ലാ ക്രിയേച്ചേഴ്സും, എല്ലാ ആനിമൽസും അതിൻ്റെ ഷേപ്പിൽ, അതിൻ്റെ സൈസ്, വലുപ്പത്തിൽ, കളറ്, നിറത്തിൽ, ഹോൺസ്, കൊമ്പിലും, നൈൽസ്, നഖത്തിലും, സ്പോട്സ്, അതിൽ കുത്തും, സ്ട്രൈപ്സ്, വരകളിലും, എല്ലാത്തിലും എന്താണ്? ആനിമൽസിന് ഡിഫറൻസ് ഉണ്ട്. എല്ലാം വ്യത്യാസമാണ്. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ലഭിക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.